നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാൻ പോകുന്നത് മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയിട്ടാണ്. അതും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയിട്ട്. എന്താണ് മനുഷ്യാവകാശങ്ങൾ എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്കെന്താണ് 6 മൗലിക അവകാശങ്ങളുണ്ട്. അതുകൂടാണ്ട് ഭരണഘടന നമുക്ക് ഉറപ്പുവരുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെയെല്ലാം മനുഷ്യാവകാശങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണ്. മനുഷ്യന് അന്തസ്സോടെയും അഭിമാനത്തോടെയും ജീവിക്കാനും സമത്വത്തിനും എല്ലാം ഉള്ള അവകാശങ്ങൾ നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട്. അങ്ങനെ മനുഷ്യൻ്റെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്. ഇവിടെ നമ്മൾക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനും PSCയുടെ ആയിക്കോട്ടെ അല്ലാതെ തന്നെയുള്ള ഏത് കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്കും മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കിയെടുക്കാം. മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് എന്താണ്? മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ. മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം അതെ എന്നാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 1993 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? മനുഷ്യാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അവ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 1993 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. ഇന്ത്യയിൽ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് കാരണമായത് UN-ന്റെ 1993 പാരീസ് ഉടമ്പടിയാണ്. ഇന്ത്യയിൽ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് കാരണമായത് 1993 UN-ന്റെ പാരീസ് ഉടമ്പടിയാണ്. ഇന്ത്യയിൽ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത് സംബന്ധിച്ച ഓർഡിനൻസ് പുറപ്പെടുവിച്ച തീയതി ഏതാണെന്നറിയാമോ? 1993 സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ് ഇന്ത്യയിൽ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നതുമായിട്ട് സംബന്ധിച്ച ഓർഡിനൻസ് പുറപ്പെടുവിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് കാരണമായത് 1993 UN-ന്റെ പാരീസ് ഉടമ്പടിയാണ്. രണ്ടാമതായിട്ട് ഇന്ത്യയിൽ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത് സംബന്ധിച്ച ഓർഡിനൻസ് പുറപ്പെടുവിച്ചത് 1993 സെപ്റ്റംബർ 28-നാണ്. 1993 ഒക്ടോബർ 12-നാണ് ഇന്ത്യയിൽ ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതോടൊപ്പം മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ എന്ന് വെച്ചാൽ ആദ്യത്തെ ചെയർമാൻ, അത് ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് ഈ കാണുന്നത്. ജസ്റ്റിസ് രംഗനാഥ മിശ്ര മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുഴുവൻ സമയ അംഗങ്ങൾ എത്ര എന്ന് ചോദിച്ചാൽ, ചെയർമാനെ കൂടാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് 5 മുഴുവൻ സമയ അംഗങ്ങളുണ്ട്. 5 അംഗങ്ങളല്ല ആകെ ഉള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുഴുവൻ സമയ അംഗങ്ങൾ 5 പേരാണ്. ചെയർമാനെ കൂടാതെ 5 പേരാണ്. അംഗങ്ങളുടെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്, ഏതാണോ ആദ്യം. ഇപ്പോൾ ഒരാൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗമായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആദ്യം 70 വയസ്സാണ് ആവുന്നതെങ്കിൽ, ഇപ്പോൾ അദ്ദേഹം ജോയിൻ ചെയ്ത് അടുത്ത വർഷം അദ്ദേഹത്തിന് 70 വയസ്സായെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയായി. അതല്ല 70 വയസ്സായില്ലെങ്കിൽ എപ്പോഴാണോ 3 വർഷം പൂർത്തിയാകുന്നത് അപ്പോഴാണ് സാധാരണയായിട്ട് അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാവുന്നത്. അപ്പോൾ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്, ഏതാണോ ആദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ രൂപീകരിക്കുന്നത് ആരാണ്?
ആ ചോദ്യത്തിന് ഉത്തരം കേന്ദ്ര സർക്കാർ എന്നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ രൂപീകരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അതുപോലെ തന്നെ രൂപീകരിക്കുന്നതും കേന്ദ്ര സർക്കാരാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? അത് കേന്ദ്ര സർക്കാരിനാണ്. അംഗങ്ങൾ, ചെയർമാൻ എന്നിവർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? അത് രാഷ്ട്രപതിക്കാണ്. അംഗങ്ങളോ ചെയർമാനോ രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. പ്രഥമ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? അത് സെക്രട്ടറി ജനറലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആപ്തവാക്യം എന്താണ്? സർവാ ഭവന്തു സുഖിനോ, എല്ലാവരും സന്തുഷ്ടരാകട്ടെ എന്നുള്ളതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആപ്തവാക്യം. ചെയർമാനെ നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? പ്രസിഡന്റിനാണ് ചെയർമാനെ നീക്കം ചെയ്യാൻ അധികാരമുള്ളത്. അപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ രൂപീകരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. പക്ഷേ എന്താണ്? അംഗങ്ങളും ചെയർമാനും രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. പ്രഥമ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറലാണ്. ആപ്തവാക്യം എന്താണ്? സർവാ ഭവന്തു സുഖിനോ, എല്ലാവരും സന്തുഷ്ടരാകട്ടെ എന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ ചെയർമാനെ നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? അത് പ്രസിഡന്റിനാണ് ചെയർമാനെ നീക്കം ചെയ്യുവാനുള്ള അധികാരമുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ അധ്യായമേത്? 1993 ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ പ്രകാരമാണ് ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നതിലേക്കൊക്കെ എത്തിയത്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ അധ്യായം ഏതാണെന്ന് ചോദിച്ചാൽ 2-ാം അധ്യായത്തിലെ 3-ാം വകുപ്പാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നതിനെ പറ്റിയിട്ട് മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ പറയുന്നത്. 2-ാം അധ്യായം പറയുന്നുണ്ട്, അതിൽ 3-ാമത്തെ വകുപ്പിലാണ്. 2019 ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളിലേക്ക് കുറച്ച് പേരെയും കൂടി ചേർത്തു. അത് 2019 ഭേദഗതി പ്രകാരമാണ്. അങ്ങനെ ദേശീയ ഭിന്നശേഷി കമ്മീഷനിൽ നിന്നും, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനിൽ നിന്നും, ദേശീയ ബാലാവകാശ കമ്മീഷനിൽ നിന്നുമാണ് 2019 ഭേദഗതി പ്രകാരം അംഗങ്ങളെ കൂട്ടിച്ചേർത്തത്. അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഈ 3 പേര് ദേശീയ ഭിന്നശേഷി കമ്മീഷനിൽ നിന്നും, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനിൽ നിന്നും, ദേശീയ ബാലാവകാശ കമ്മീഷനിൽ നിന്നും അംഗങ്ങൾ വരുന്നതിനു മുൻപ് അവരെ കൂടാതെ ഉണ്ടായിരുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, അതുപോലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എന്നിവരായിരുന്നു നിലവിലുണ്ടായിരുന്നത്. 2019 ഭേദഗതിയോടെയാണ് ദേശീയ ഭിന്നശേഷി കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ ഇവയിലെ ചെയർപേഴ്സൺ കൂടി ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്തത്. ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം മനുഷ്യാവകാശത്തെ നിർവചിച്ച വകുപ്പ് ഏതാണ്? അത് 2(1)(d)യിലാണ് ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം മനുഷ്യാവകാശത്തെ നിർവചിച്ചത്. എക്സ് ഒഫീഷ്യോ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? എക്സ് ഒഫീഷ്യോ അംഗങ്ങളുടെ എണ്ണം 7 ഇവിടെ നോക്കിയേ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ഇങ്ങനെ 4 അംഗങ്ങളായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അതോടൊപ്പം 3 പേരെ കൂടി ചേർത്തു. അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ് ഉള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ. അധ്യക്ഷൻ അതുപോലെ അംഗങ്ങൾ എന്നിവരെ നീക്കം ചെയ്യുന്നതിന് കുറച്ച് കാരണങ്ങൾ, അവരുടെ കാലാവധി കഴിയുന്നതിന് മുൻപേ അവരെ നീക്കം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കാരണങ്ങൾ ഉണ്ടാവണം. ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, 1 നിർധനൻ എന്ന് വിധിക്കുക, വേതനം ലഭിക്കുന്ന മറ്റ് തൊഴിലുകളിൽ അവരേർപ്പെടുന്നു എന്ന് കണ്ടെത്തുക, മാനസിക ശാരീരിക ദൗർബല്യം ഉണ്ടാവുക, അല്ലെങ്കിൽ ചിത്തഭ്രമം ഉണ്ടാവുക, അവരെ തടവിന് ശിക്ഷിക്കപ്പെടുക. ഇത്തരം കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അധ്യക്ഷൻ, അംഗങ്ങൾ എന്നിവരെ നീക്കം ചെയ്യാനായിട്ട് സാധിക്കൂ. നിർധനൻ എന്ന് വിധിക്കുക, വേതനം ലഭിക്കുന്ന മറ്റു തൊഴിലുകളിൽ ഏർപ്പെടുന്നു എന്ന് കണ്ടെത്തുക,
മാനസിക ശാരീരിക ദൗർബല്യമുണ്ടെന്ന് കണ്ടെത്തുക, അതുപോലെ ചിത്തഭ്രമമുണ്ടെന്ന് കണ്ടെത്തുക, തടവിന് ശിക്ഷിക്കപ്പെടുക. ഈ കാരണങ്ങളുണ്ടെങ്കിലാണ് അവരെ അധ്യക്ഷന് അല്ലെങ്കിൽ അംഗങ്ങളെ തലസ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാൻ സാധിക്കുന്നത്. അധ്യക്ഷനെയും അംഗങ്ങളെയും നിയമിക്കുന്നതിന് ശുപാർശ ചെയ്യുന്ന ഒരു സമിതിയുണ്ട്. ആ സമിതിയുടെ തലവനെന്ന് പറയുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. അധ്യക്ഷനെയും അംഗങ്ങളെയും നിയമിക്കുന്നതിന് ശുപാർശ ചെയ്യുന്ന സമിതിയുടെ തലവൻ പ്രധാനമന്ത്രിയാണ്. ആ സമിതിയിൽ ആരൊക്കെ അംഗങ്ങളായിട്ടുള്ളതെന്ന് നോക്കിയാൽ ലോക്സഭാ സ്പീക്കർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ. ഇത്രയും അംഗങ്ങളാണ് പ്രധാനമന്ത്രിയെ കൂടാതെ ഈ സമിതിയിലുള്ളത്. ആരൊക്കെയാണ്? ലോക്സഭാ സ്പീക്കർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ. ഇവരാണ് പ്രധാനമന്ത്രിയെ കൂടാതെ ആ സമിതിയിൽ അംഗങ്ങളായിട്ടുള്ളത്. 2015-16 കാലയളവിൽ ആക്ടിംഗ് ചെയർമാനായ മലയാളി ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർമാനായിട്ട് 2015-16 നിയമിതനായ മലയാളിയാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ്. ജസ്റ്റിസ് സിറിയക് ജോസഫാണ് 2015-16 കാലയളവിൽ ആക്ടിംഗ് ചെയർമാനായിട്ടുള്ള മലയാളി. അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗമായിട്ടുള്ള ആദ്യ മലയാളിയാണ് ഫാത്തിമ ബീവി. അംഗമായ ആദ്യ മലയാളി വനിതയും ആരാണ്? ഫാത്തിമ ബീവിയാണ്. അംഗമായ ആദ്യ വനിതയും ആരാണ്? ഫാത്തിമ ബീവിയാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗമായ ആദ്യ മലയാളി ഫാത്തിമ ബീവിയാണ്. അംഗമായ ആദ്യ വനിതയും ഫാത്തിമ ബീവിയാണ്. അതുപോലെ തന്നെ അധ്യക്ഷ സ്ഥാനം വഹിച്ച ആദ്യ കേരളീയനാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ഇവിടെ നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പറ്റിയിട്ട് SCRT പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൽ നമ്മൾ പറഞ്ഞതാണ് 93 പാർലമെൻറ്റ് പാസ്സാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് രൂപീകൃതമായത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകളാണ് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷണം നടത്തുക, ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക, മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക. ഇതെല്ലാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകളാണ്. ഇനി നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കൂടാണ്ട് സംസ്ഥാന തലത്തിലും മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. അത് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ നോക്കാം. അപ്പോൾ ഇന്ന് പറഞ്ഞ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഡൗട്ട് ഇല്ലെങ്കിൽ കൂടി ഒന്നും കൂടി ആവർത്തിച്ച് കേൾക്കുക.